പഠിക്കുമ്പോൾ കണക്ക് പഠിക്കാൻ ഇഷ്ടപ്പെടാത്തവർ നമ്മളിൽ ഒട്ടേറെ പേരുണ്ട്. പക്ഷെ എല്ലാവരും നിർബന്ധമായും കണക്ക് പഠിച്ചിരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ കണക്ക് കൂട്ടലുകൾക്ക് ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. വീട് വെക്കലിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്വന്തം വീടിനെ കുറിച്ച് നമ്മൾ എത്ര കൂടുതൽ കണക്ക് കൂട്ടുന്നോ അത്രയും നല്ലത്. കാരണം കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നാലും ആ കണക്ക് കൂട്ടലുകളുടെ ഒരു ആകെത്തുക തന്നെയാണ് നമുക്ക് അവസാനം സ്വന്തമാകുന്ന വീട്. വീടിന് മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് മണക്കാടുള്ള സാബു ജേക്കബിന്റെയും ലാലിയുടെയും കുന്നും ചിറവീട്. ഗൃഹനാഥൻ തന്നെ പ്ലാൻ വരച്ച് എറണാകുളം എക്സൽ ഇന്റീരിയേഴ്സിലെ അലക്സും സിന്ധ്യയും ചേർന്ന് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത ഈ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഏതൊരു മലയാളിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടം തോന്നുന്ന മനോഹരമായ ഒരു സ്ലോ പ്രൂഫ് എലിവേഷൻ. കടും നിറത്തിലുള്ള ഓടുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. മുഖപ്പിന്റെ സ്ഥാനത്ത് വെള്ള നിറത്തിലുള്ള മൾട്ടിവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓടിന്റെ കടും നിറത്തോടൊപ്പം വീടിന്റെ വെള്ള നിറവും ഒപ്പം ജനാലകളുടെയും കതകിന്റെയും വുഡിന്റെ ആ ഒരു ഫിനിഷും കൂടി ചേരുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ബ്യൂട്ടി തന്നെയാണ് ഈ വീട്. സാധാരണ വീടുകളിൽ സ്ലോ പ്രൂഫിൽ നിന്ന് ഇറങ്ങി വരുന്ന മഴവെള്ളത്തെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാത്തി പ്രത്യേകമായിട്ട് പിടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വീടിന്റെ സ്ട്രക്ചറിന്റെ ഭാഗമായി തന്നെ കോൺക്രീറ്റിൽ തന്നെയാണ് ആ ഒരു പാത്തി ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാനും ഒക്കെ അത് സഹായകമാകുന്നുണ്ട്. വളരെ വലിയൊരു പ്ലോട്ടിലാണ് 2900 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് നിൽക്കുന്നത്. റോഡ് ലെവലിൽ നിന്ന് വളരെയധികം ഉയർന്നാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഒരു പ്രധാന റീസൺ ഈ വീടിനെ ഒറ്റ നിലയായിട്ട് പണിതതിൻ്റെ. മാത്രമല്ല ലാർജ് പ്ലോട്ട് ആകുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തീർച്ചയായിട്ടും ഒറ്റ നില വീടിന് തന്നെയാണ്. ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള ധാരാളം പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ കൂടിയും മേജർ ഒരു ഏരിയയും പേവിംഗ് ബ്ലോക്സ് ഇട്ടിരിക്കുകയാണ്. സൈഡിലായിട്ട് കുറച്ച് മെറ്റലും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സൈഡിലായിട്ട് തന്നെയാണ് കാർ പോർച്ച് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വീടിനകത്തേക്ക് കയറാവുന്ന ഒരു പ്രത്യേക എൻട്രൻസും അതിനോട് ചേർന്നുണ്ട്. ഈ ഒറ്റനില വീടിന് ഏറെ മാറ്റുകൂട്ടുന്നുണ്ട് ഈ ഒരു നീളൻ വരാന്ത, അതുപോലെ ഈ ഒരു വിശാലമായ പൂമുഖവും. വെയിലിൽ നിന്നും മഴയിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു എസ്തെറ്റിക് ആസ്പെക്റ്റും എടുത്തു പറയേണ്ടതാണ്. ലാളിത്യം മുഖമുദ്രയാക്കിയ ഒരു ഒറ്റനില വീടിന് ചേർന്ന ലളിതമായ ഫോമൽ ലിവിംഗ് ഏരിയ ആണിത്. വളരെ വിശാലമായ ഒരു ഫോമൽ ലിവിംഗ് ഏരിയ. ഒരു കോർണറിലേക്ക് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഫ്ലോറിൽ വന്നിട്ട് വളരെ ഗ്ലേസിംഗ് ആയിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ആ ഒരു സ്പേസിന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാളിൽ, ഫേസിംഗ് വാളിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓഫ് പെയിന്റ് യൂസ് ചെയ്തിരിക്കുന്നു. വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള വളരെ നല്ലൊരു വ്യൂവും ഈ ഒരു പൊസിഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ടൊരു സ്ക്രീൻ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻസീവ് ആയിട്ട് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു വീടിന്റെ മറ്റൊരു കളർ ടോണുമായിട്ട് യോജിക്കുന്ന രീതിയിൽ വൈറ്റ് തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യലായി ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഫോൾ സീലിംഗിന്റെ ഫിനിഷിംഗ് വന്നിരിക്കുന്നത്. ഫോമൽ ലിവിംഗ് ഏരിയയോട്
ഇതിനോട് ചേർന്ന് തന്നെ ഈ സൈഡിലായിട്ടൊരു ബെഡ്റൂമാണ്. അങ്ങോട്ട് കിടക്കുന്ന ആ ഒരു സ്പേസിൽ ഈ സൈഡിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റോറേജ് മാത്രമല്ല, വീടിൻ്റെ ഇലക്ട്രിക് കൺട്രോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇതിന് പുറകിലായിട്ട് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം സ്റ്റോറേജ് എന്നുള്ള ഫംഗ്ഷനാലിറ്റിയും കൂടി കണ്ടെത്തിയിരിക്കും. ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഭാവിയിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പൊസിഷനിങ് വന്നിരിക്കുന്നത്. അതായത് വീടിന് പുറത്ത് നിന്ന് കാർ പോർച്ചിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ഉള്ള രീതിയിലാണ് ഈ ബെഡ്റൂം. പൂർണ്ണമായും ഒരു വൈറ്റ് സോബ് കളറിലുള്ള ഒരു ബെഡ്റൂമാണ്. എന്നാൽ അതിലൊരു കളർ കൊണ്ടുവന്നിരിക്കുന്നത് ഫേർണിഷിങ്സിലൂടെയാണ്. കർട്ടനിലാണെങ്കിലും ഈ ഒരു ബെഡ്ഷീറ്റിലാണെങ്കിലും ഒരു ഡീപ്പ് മസ്റ്റേർഡ് യെല്ലോ നിറമാണ് കൊണ്ടുവന്ന് അതിനെ മനോഹരമാക്കിയിരിക്കുന്നത്. ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് സ്പേസും അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും നൽകിയിരിക്കുന്നു. രണ്ട് ബെഡ്റൂംസിനെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ സ്പേസ് ആണിത്. ഈ ഒരു സ്പേസിന് സൈഡിലായിട്ട് നിറയെ സ്റ്റോറേജും അതുപോലെ ഒരു മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ഏരിയ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് ബെഡ്റൂംസിനും കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണിത്. ഈ രണ്ട് ബെഡ്റൂംസിൽ ഒന്ന് ക്ലിയർലി ഒരു ചിൽഡ്രൻസ് ബെഡ്റൂമാണ്. അപ്പോൾ അതിന് ചേർന്ന രീതിയിലുള്ള ഫേർണിഷിങ്സും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വീടിന്റെ മറ്റ് സ്പേസസ് കാണാം. ഫോമൽ ലിവിംഗ് ഏരിയയ്ക്ക് കൂടുതൽ മിഴിവേകുന്ന ഈ ഒരു ഡാർക്ക് വാളിന്റെ ഒരു സൈഡിലായിട്ട് മറ്റൊരു ബെഡ്റൂം കൂടിയുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കോട്ടന്റെ ഒരു ഹെഡ് സൈഡ് എന്ന് പറയുന്നത് മറ്റൊരു ഡാർക്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു ഫാമിലി ലിവിംഗ് സ്പേസ് ആണ്. ഡൈനിങ് ഏരിയയോട് ചേർന്നുള്ള ഒരു സ്പേസ് ആണ്. എന്നാൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ തന്നെ ഒരു കോർണറിലേക്കായിട്ടാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഫോമൽ ലിവിംഗ് ഏരിയയിൽ കണ്ട ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെ തന്നെ ഒരു കോർണർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ എന്നാൽ ഇവിടെ ഒരാൾക്ക് അത്യാവശ്യത്തിന് കിടക്കാവുന്ന രീതിയിൽ ഒരു റിക്ലൈനിങ് രീതിയിലാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. ഫോമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു സെപ്പറേഷൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു സ്ക്രീൻ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടിരുന്നു. ആ ഒരു വെനീർ ഫിനിഷുള്ള ഒരു സ്ക്രീനാണ്. അത്യാവശ്യം ക്യൂരിയോസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ TV വ്യൂയിങ് അറേഞ്ച്മെന്റിനുള്ള സജ്ജീകരണവും അതിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് ഉണ്ടായിരുന്ന റിക്വയർമെൻറ്റ് മൊത്തമായിട്ട് കിടക്കുന്ന ഒരു ഹാളിനെ അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ഡൈനിങ് ലിവിങ് ഒക്കെ ചെറുതായിട്ടൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഞങ്ങൾ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും വേർതിരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പാർട്ടീഷൻ കൊടുക്കുകയും അതിനകത്തൊരു LCD യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലാണ്. ഒരു സ്ക്വയർ പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ മാത്രമാണ് അതിൽ നിന്നൊരു വ്യത്യസ്ത ഡിസൈനിൽ പോയിട്ടുള്ളൂ. അതൊരു ഓവൽ ഷേപ്പിലാണ്. അതൊരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ആയതുകൊണ്ടും പിന്നെ കിച്ചണിലേക്ക് പാസേജിനുള്ളൊരു ഡിസ്റ്റർബൻസും വരാതെയാണ് ഞങ്ങളത് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഓവൽ ഷേപ്പ് സെയിം ആയിട്ട് ഞങ്ങൾ സീലിങ്ങിൽ അതിൻ്റെ ഒരു മിറർ പ്രൊജക്ഷനും കൂടി ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യം ഇതിൻ്റെ സീലിംഗ് ആണ്. ഇതിൻ്റെ സീലിംഗ് നമ്മൾ പ്ലാസ്റ്ററിങ് നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. എൻ്റയർ ഏരിയ പ്ലാസ്റ്ററിങ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ജിപ്സം ബോർഡ് ഫോൾ സീലിംഗ് ഓൾ ഓവർ ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് LED കൺസീൽ ലൈറ്റ് ഫിറ്റിങ്സ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു നോ ഫ്രിൽസ് മാസ്റ്റർ ബെഡ്റൂമാണിത്. കോട്ടും സൈഡിലുള്ള 2 ചെറിയ സൈഡ് ടേബിൾസും ഒരു ചെറിയ ഓഫീസ് ടേബിൾ അത്ര മാത്രമാണ് ഇവിടെ ഫേർണിച്ചർ എന്നുള്ള നിലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റോറേജ് ഒക്കെ ഉള്ള കോട്ടാണ്. അതുപോലെ വളരെ ലോ റൈസുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ല. ഈ സൈഡിലായിട്ട് ഒരു സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം. ഡൈനിങ് ഏരിയയിൽ നിന്ന്
കിച്ചണിലേക്കുള്ള ഈ ഒരു കണക്ഷൻ സ്പേസ് സൈഡിലായിട്ടാണ് ഇത് ക്രോക്കറി ഷെൽഫ് വെച്ചിരിക്കുന്നത്. വളരെ വലിയൊരു ഷെൽഫൊന്നുമല്ല, പക്ഷെ ചെറിയൊരു ഷെൽഫിൽ അത്യാവശ്യത്തിന് സ്റ്റോറേജും ഉണ്ട്, ഒപ്പം ക്രോക്കറി ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓവൽ ഷേപ്പാണ് ഇവിടുത്തെ ടേബിളിന്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് ഏരിയയിലൊക്കെ കണ്ട ഒരു ഫേർണിച്ചറിൻ്റെ അപ്ഹോൾസ്റ്ററിയുമായിട്ട് ചേരുന്ന രീതിയിലാണ് ചെയറിൻ്റെ അപ്ഹോൾസ്റ്ററി ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് ഉണ്ട്. അത് സത്യത്തിൽ നമ്മൾ മുൻപേ കണ്ട ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം തന്നെയാണ്. അപ്പോൾ അതിനൊരു കറക്റ്റ് പൊസിഷനിങ്ങിലൂടെ കോമൺ ഒരു ബാത്റൂം എന്നുള്ള രീതിയിലുള്ള ഫംഗ്ഷനാലിറ്റിയും കൂടി വരുന്നത് പോലെ വെച്ചിരിക്കുകയാണ്. കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു കട്ടൗട്ട് ആയിട്ടുള്ള വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. കുറച്ച് വുഡൻ മെമ്പേഴ്സ് ഒക്കെ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനി കിച്ചൺ കാണാം. ഇതാണ് ഈ വീടിന്റെ അടുക്കള. ഡൈനിങ് ടേബിളിലേക്ക് ഒരു ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഒരു വളരെ വലിയ ഓപ്പണിംഗ് തന്നെയാണ്. അപ്പോൾ ഒരു സെർവിങ് കൗണ്ടർ ആയി കൂടി ഈ ഒരു സ്പേസിന് സെർവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വീട്ടമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റിനൊക്കെ എടുത്ത് സെർവ് ചെയ്യാൻ എളുപ്പത്തിൽ. വിശാലമായ അടുക്കള തന്നെയാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. വൈറ്റ് പ്ലസ് മജന്ത കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ഒരു കളർ സ്കീം വർക്ക്ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ടത് കൂടാതെയുള്ള ഒരു ക്രോക്കറി ഷെൽഫ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോം അപ്ലയൻസസ് ഒക്കെ വെക്കാനുള്ള സ്ഥലം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചുള്ള ഓപ്പണിങ്സ് ഒക്കെ കൊടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. അതുപോലെ വാഷ് ബേസിനോട് ചേർന്ന് ലൈറ്റ് ധാരാളമായി കയറി വരുന്ന രീതിയിൽ ഇവിടെയും ജനാലയുണ്ട്, ഈ സൈഡിലും ജനാല കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർലി വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടുക്കള കൂടിയാണ്. ഇവിടെ സൈഡിലേക്ക് ചേർന്ന് പുറത്തേക്കുള്ള എക്സിറ്റും അതുകൂടാതെ സൈഡിലായിട്ട് ഒരു വർക്കിംഗ് കിച്ചണും കാര്യങ്ങളും ഒക്കെ നൽകി സജ്ജീകരിച്ചിരിക്കുന്നു.